മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയും രോഹിത്തെയും കൂടെ മാനേജരച്ഛനെ കാണാൻ പോയിട്ട് കാര്യമൊന്നും നടന്നില്ല. അതിൻ്റെ ഒരു വിഷമം രോഹിത്തിനും ഉണ്ട്, അതുപോലെ തന്നെ അലീനയ്ക്കുണ്ട്. പക്ഷേ അലീനയ്ക്കൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്നേ മോളടുത്ത് പറഞ്ഞില്ലായിരുന്നോ, അവിടുത്തെ മാനേജ്മെൻറ്റ് അത്രയും സ്ട്രോങ് ആണെന്ന്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് മോളോട് പറഞ്ഞെന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയണം. അപ്പം അലീന പറയുകയാണ്, എന്നാലും പശ്ചാത്തപിക്കുന്ന ഒരാൾക്ക് ഒരവസരം കൂടെ കൊടുത്തുകൂടെ അവർക്ക് എന്ന് അലീന ചോദിക്കുകയാണ്. എൻ്റെ കാര്യം ഓർത്ത് എനിക്ക് കുഴപ്പമില്ല അച്ഛാ, പക്ഷേ രോഹിത് അവൻ അവിടെ വെച്ചും നന്നായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞായിരുന്നു. അവന് നല്ല വിഷമമായെന്ന് ബാലചന്ദ്രനോട് അലീന പറയുകയാണ്. അത് ഞാൻ രോഹിത്തിനോട് സംസാരിക്കാം മോളെ, മോള് വിഷമിക്കാതെ ഇരിക്കുക എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് രോഹിത്തിൻ്റെ അടുത്തോട്ട് ബാലചന്ദ്രൻ രോഹിത്തിനോട് സംസാരിക്കാൻ. അങ്ങനെ കൃഷ്ണമോളും കൂടെ ചെല്ലുകയാണ്. അലീനയ്ക്ക് അപ്പോഴും നന്ന സങ്കടമുണ്ട്, കാരണം പോയ കാര്യം നടന്നില്ലല്ലോ. അച്ഛൻ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയൊക്കെ വെച്ചുകൊണ്ടാണ് പോയത്, പക്ഷേ നടക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിഷമമുണ്ട്. മാത്രവുമല്ല രോഹിത്തിൻ്റെ ഇത്രയും വർഷം അത് പോകും, പഠിത്തം പോകും, അതൊക്കെ ഓർത്ത് അലീനയ്ക്ക് നല്ല സങ്കടമുണ്ട്. ആ മുറിയിൽ ചെന്നിരിക്കുന്ന രോഹിത്തും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെ നിന്ന് അലീന വിഷമിച്ചതും അലീന പറഞ്ഞതും ഒക്കെ ആലോചിച്ചിരിക്കുകയാണ് രോഹിത്ത്. അപ്പോഴാണ് ലൈം ജ്യൂസുമായിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് ചെല്ലുന്നത്. അത് കൊണ്ടൊന്ന് കൊടുത്തിട്ട് പറയാണ്, രോഹിത്തേട്ടാ വിഷമിക്കേണ്ട, ഇത് കുടിക്ക്, ഒന്ന് സമാധാനം ആവട്ടെ എന്നും പറഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ വരുമ്പോൾ രോഹിത്ത് എണീക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ടടാ, കാര്യങ്ങളൊക്കെ അലീന എന്നോട് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം, നീ വിഷമിക്കേണ്ട, ഇത്രയൊക്കെ നമ്മൾ താണ്ടി എത്തിയില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് പറയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, അച്ഛാ അവിടെ ഫാദറിനോട് എനിക്ക് വേണ്ടി അലീന ചേച്ചി ഒത്തിരി സംസാരിച്ച്, ഒത്തിരി അവരോട് അപേക്ഷിച്ചു, പക്ഷേ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതെൻ്റെ വിഷമം. എനിക്ക് വേണ്ടി അലീന ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നതും എല്ലാവരും മുന്നിൽ താഴുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട് എന്ന് രോഹിത്ത് പറയുകയാണ്. ഞാനല്ലേ തെറ്റുകാരൻ, പക്ഷേ ചേച്ചിയാണ് എല്ലാവരും മുന്നിലും കൈ തൊഴുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അവളുടെ വിഷമം നീ വിഷമിക്കുമല്ലോ എന്ന് ഓർത്താണ് അവളുടെ വിഷമം, അവൾക്കിതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് അവൾ എന്നോട് പറയുന്നത്. അപ്പോൾ രോഹിത്ത് പറയാണ്, ഞാനല്ലേ അച്ഛാ തെറ്റ് ചെയ്തത്, എൻ്റെ കുഴപ്പം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് വേണ്ടി അലീന ചേച്ചി വളരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് രോഹിത്ത് പറയാണ്. ബാലചന്ദ്രൻ രോഹിത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ എല്ലാത്തിനും ഞങ്ങളെല്ലാവരും ഉണ്ട്, അലീനയും ഞാനും കൃഷ്ണമോളും ബബുതി എല്ലാവരും ഉണ്ട്, നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് രോഹിത്തിനെ. ഈ സമയത്ത് രേവതിയുടെ വീട്ടിലാണെങ്കിൽ രാത്രി നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പം മഴയൊക്കെ ആയിട്ട് മാമച്ചായനും ഗ്രേസിയമ്മയും രേവതിയൊക്കെ അകത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാറ് പുറത്ത് വരുന്നതായിട്ട് അവർ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ രാത്രി ഈ നേരത്ത്, ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയത്തില്ല ആൻറ്റി, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ജീപ്പ് കൊണ്ട് നിർത്തുവാണ്. അപ്പം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ, ആരാന്നാ അറിഞ്ഞൂടാ, ആരോ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്, എന്തായാലും ഡോറ് തുറന്ന് ആളാരാന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്ക് ടോണി അതിനകത്ത് നിന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ രേവതി പറയുകയാണ്, ടോണി ചായന ആൻറ്റി എന്ന് പറയാണ്. ടോണിയോ, ടോണി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് മാമച്ചായൻ ചോദിക്കുകയാണ്. അതറിയത്തില്ല അങ്കിളെ, എന്തായാലും നല്ല മഴയുണ്ട്, ടോണിച്ചായൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന് തോന്നുന്നു, ടോണിച്ചായൻ എന്തോ മഴയത്ത് നിൽക്കുകയെന്ന് പറയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, എന്തായാലും മോള് വാതിൽ തുറക്ക്, പെട്ടെന്ന് വാതിൽ തുറക്കാൻ പറയാണ്. അപ്പോഴത്തേക്ക് മാമച്ചായനും ഗ്രേസിയമ്മയും രേവതിയും കൂടെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുവാണ്. ഈ സമയത്ത് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടോണി നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. ടോണിയാണെങ്കിൽ ഉറക്കെ പറയുകയാണ്, നിങ്ങൾ വലിയ മുതലാളിയായിരിക്കും, നിങ്ങളുടെ മോൻ വലിയ ആളായിരിക്കും, നിങ്ങളുടെ പേരക്കുട്ടിയും അതുപോലായിരിക്കും, പക്ഷേ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമായില്ല. ഞാനാണെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മോൻ കാരണം ഷെറിൻ പ്രസവിച്ച ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാമച്ചായനും ഗ്രേസിയും ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുകയാണ്. രേവതിയും വീണ്ടും ടോണി ഉറക്കെ പറയാണ്, ആ കുട്ടി എവിടെയാണെന്നോ അത് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നോ ഒന്നും ഞാൻ പറയത്തില്ല, അത് നിങ്ങളോട് ഞാൻ മരിക്കുന്നവരെ പറയത്തില്ല. നിങ്ങളുടെ മോൻ കാരണം ജീവിതം തകർന്ന ഒരാളാണ് ഞാൻ, ഷെറിൻ, അവൾ പ്രസവിച്ച കുഞ്ഞ് എനിക്കറിയാം ഇപ്പോൾ എവിടെയാണെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയാണ് ടോണി. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മാമച്ചാനും ഗ്രേസിയമ്മയും ഞെട്ടുകയും ചെയ്തുകൊണ്ട് അതുപോലെ സങ്കടവും വരുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ ആ കുട്ടിയെ തിരക്കി എല്ലായിടത്തും നടക്കണം, പക്ഷെ ഞാൻ പറയത്തില്ല ആരാന്നൊക്കെ പറഞ്ഞു ടോണി ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞിട്ട്
ജീപ്പിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് സങ്കടത്തോടെ മാമച്ചായനും ഗ്രേസിയമ്മയും ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട്. ഗ്രേസിയമ്മ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിക്കും അതുപോലെ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ആൻറ്റിയുടെ അടുത്ത് പറയാണ്, ആൻറ്റി വിഷമിക്കാതെ, ടോണിച്ചായൻ ഇപ്പോൾ കുടിച്ചിട്ട് വന്ന് സംസാരിച്ചത്, ആൻറ്റി എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മാമച്ചായനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്തിനാണ് വിഷമിക്കുന്നത്? അത് കള്ള് കുടിച്ചതിൻ്റെ പുറത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. നമുക്ക് കണ്ടുപിടിക്കുക, ആ കുട്ടി എവിടെ ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കുക എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സങ്കടത്തോടെ ഗ്രേസിയമ്മയും മാമച്ചായനും അകത്തേക്ക് കയറി പോവുകയാണ്. രേവതിക്കും അതേപോലെ നല്ല വിഷമമാവുന്നുണ്ട്. കാരണം ഒരിക്കലും ടോണി ഇങ്ങനെ വന്നൊക്കെ സംസാരിക്കുമെന്ന് രേവതിയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പിറ്റേന്നായപ്പോഴത്തേക്ക് നെടുമ്പുരയ്ക്കൽ ഭവിതയും കൃഷ്ണമോളും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് രോഹിത് ഇറങ്ങി വരുന്നുണ്ട്. രോഹിയേട്ടാ വാ കഴിക്കാൻ എന്നും പറഞ്ഞിട്ട് കൃഷ്ണമോള് വിളിക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കാൻ വേണ്ടി രോഹിത്തും വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഭവിത ചോദിക്കുകയാണ്, ഇന്നലെ അവിടെ പോയിട്ട് ഒന്നും നടന്നില്ലല്ലേ, അച്ഛനെ കണ്ടിട്ട് ഒന്നും നടന്നില്ലല്ലേ രോഹിയേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയാണ്, ഇല്ല, അലീന ചേച്ചി കുറേ സംസാരിച്ചു, പക്ഷേ അച്ഛൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയാണ്. അപ്പം കൃഷ്ണമോള് പറയാണ്, അച്ഛൻ പറഞ്ഞായിരുന്നു അലീന ചേച്ചി അടുത്ത് പോകണ്ടെന്ന്, എന്നാലും അലീന ചേച്ചിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാ എന്ന് പറയുകയാണ്. അങ്ങനെ ഈ സമയത്താണ് വൈജ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവർ മൂന്നുപേരും കൂടെ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ വൈജയ്ക്കൊരു സംശയം, ഇവരെന്താ പറയുന്നത്? എന്തായാലും ബാലചന്ദ്രനില്ല, ആ അലീന എന്ന് പറയുന്നവളും ഇല്ല, എന്തായാലും അവിടെ ചെന്ന് അവരോടൊന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ടേബിളിൻ്റെ അടുത്തോട്ട് വരികയാണ്. എന്താ മൂന്നുപേരും കൂടെ ഒരു ചർച്ച? എന്താ എന്നോട് പറയാൻ പറ്റുന്ന ചർച്ച വല്ല ആണോ എന്ന് ചോദിച്ചുകൊണ്ട് പതുക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഭവിത പറയാണ്, അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യം എന്തോ? അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണെന്ന് പറയാണ്. എന്താ കാര്യം എന്ന് ഭവിതയെടുത്ത് ചോദിക്കുകയാണ് വൈജ. അത് ഇന്നലെയാണെങ്കിൽ രോഹിയേട്ടനാണെങ്കിൽ ആ മാനേജർ അച്ഛനെ കാണാൻ പോയി. രോഹിയേട്ടനും അലീന ചേച്ചിയും കൂടെ പോയത്. അപ്പോഴത്തേക്ക് വൈജയുടെ സ്വഭാവം മാറി. ആഹാ, ഇവൻ പോകുന്നിടത്തെല്ലാം അവളെന്തിനാ കൂടെ പോകുന്നത്? അവൾക്ക് നാണോ ഇല്ലേ ഇവൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ? ഇനി നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനാണ് ഇവൻ്റെ കൂടെ അവൾ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഭവിത പറയാണ്, അമ്മ മൊത്തം കേൾക്കാതെ എന്തിനാ ഇങ്ങനെയാണ് ചാടുന്നത്? ഞാൻ എന്തോ പറയാൻ വന്നതെന്ന് പോലും അമ്മ കേട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം കൃഷ്ണ പറയാണ്, അതൊന്നും അമ്മയ്ക്ക് കേൾക്കണ്ട, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് അലീന ചേച്ചിയെ കുറ്റം പറഞ്ഞാൽ മതി, അത് മാത്രമേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ടാണ് ബാക്കി കാര്യം കേൾക്കാൻ അമ്മ നിൽക്കാഞ്ഞെന്ന് പറയാണ്. അതുകൊണ്ട് വൈജ പറയാണ്, ഓ ശരി ശരി, ബാക്കി എന്താണെന്ന് വെച്ചാൽ നീ പറയാണ്. അപ്പോൾ ഭവിത പറയാണ്, അത് അച്ഛനാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് കോളേജിൽ പോയായിരുന്നു. അപ്പം അവിടെ പ്രിൻസിപ്പാളുമായിട്ട് സംസാരിച്ചപ്പം മാനേജർ അച്ഛനാണ് ഈ തീരുമാനം എടുത്തത്, രോഹിത്തിനെ ഇനി അവിടെ പഠിപ്പിക്കണ്ടെന്ന്. അപ്പം ആ തീരുമാനം വന്ന് ഇവിടെ പറഞ്ഞപ്പം അലീന ചേച്ചി പറഞ്ഞു മാനേജർ അച്ഛനെ പോയി കാണാമെന്ന്. അപ്പോൾ വൈജ ഉടനെ പറയാണ്, പിന്നെ പ്രിൻസിപ്പാൾ പറഞ്ഞു ഇവനെ അവിടെ പഠിപ്പിക്കത്തില്ലെന്ന്, പക്ഷേ അവൾക്ക് ഉടനെ മാനേജർ അച്ഛനെ പോയി കാണണം, അവൾക്ക് നാണമില്ലേ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോൾ തലയെ കൈവയ്ക്കുന്നുണ്ട്, അതേപോലെ രോഹിത്തും തലയെ കൈവയ്ക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ബാക്കി പറയാണ് വൈജ. അങ്ങനെ ഇന്നലെ രോഹിയേട്ടനും അലീന ചേച്ചിയും കൂടെ മാനേജർ അച്ഛനെ പോയി കണ്ട്, എന്നിട്ട് വല്ലതും നടന്നു എന്ന് വൈജ ചോദിക്കുകയാണ്. ഇല്ല, അച്ഛൻ്റെ തീരുമാനം മാറ്റത്തില്ലെന്ന് പറഞ്ഞ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇവൾ ചെന്ന് പറയുമ്പോൾ തീരുമാനം മാറ്റാൻ പോവില്ലയോ അച്ഛൻ? മുതലാളിയുടെ മോനെ കോളേജിൽ തിരിച്ച് കയറ്റണമെന്നും പറഞ്ഞുകൊണ്ട് വേലക്കാരി അവിടെ ചെന്ന് അഭ്യർത്ഥിക്കാൻ പോവില്ലേ? ഇവൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്കും രോഹിത്തിനും അതേപോലെ കൃഷ്ണമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. കൃഷ്ണമോള് പറയാണ്, ഇവിടുത്തെ വേലക്കാരി? അലീന ചേച്ചിയോ? അലീന ചേച്ചി വേലക്കാരിയാണെന്ന് അമ്മയുടെ അടുത്ത് ആര് പറഞ്ഞു എന്ന് പറയാണ്. പിന്നെ അലീന ചേച്ചിയുടെ ഒരു മനസ്സുകൊണ്ടാണ് അലീന ചേച്ചി രോഹിയേട്ടൻ്റെ കൂടെ പോയെന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, പിന്നെ അതിനൊന്നുമല്ല, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാവരും മുന്നിൽ അവൾ എന്തോ സംഭവം ഒന്ന് കാണിക്കാൻ വേണ്ടി അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രോഹിത്ത് പറയുകയാണ്, അമ്മയ്ക്കൊന്നും മിണ്ടായിരുന്നൂടെ? അമ്മയ്ക്ക് 24 മണിക്കൂർ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ഞാൻ കോളേജിൽ എനിക്ക് അച്ഛനാണെങ്കിൽ അവിടെ അഡ്മിഷൻ തരാത്തതിൻ്റെ സങ്കടമൊന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് സന്തോഷം ചെന്ന് അലീന ചേച്ചി പറഞ്ഞിട്ടും എന്നെ അവിടെ തിരിച്ചെടുത്തില്ലല്ലോ, അതിൻ്റെ ഒരു സന്തോഷം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും അങ്ങനെയാണ്, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ല, അലീന ചേച്ചി കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂ എന്നും ചോദിച്ചുകൊണ്ട് രോഹിത്ത് ചൂടാവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജയാണെങ്കിൽ ദേഷ്യ രോഹിത്തിൻ്റെ അടുത്ത് പറയാണ്, നിൻ്റെ പറച്ചിൽ കേട്ടാൽ ഞാൻ നിൻ്റെ കോളേജിലെ അവിടുത്തെ പഠിത്തം ഞാൻ കാരണമാണ് ഇല്ലാതായെന്ന്, നിൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ലേ ഇല്ലാതായത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത്ത് പറയാണ്, അത് ശരിയാ, ഞാൻ ചെയ്ത തെറ്റ് കൊണ്ടാണ് എനിക്കിപ്പം കോളേജിൽ പോകാൻ പറ്റാത്തത്, അതുകൊണ്ട് എന്നെ സഹായിക്കാനാണ് ചേച്ചി എൻ്റെ കൂടെ വന്നത്, എൻ്റെയും കൂടെ സമ്മതപ്രകാരം ഞാൻ ചേച്ചിയും കൂടെ പോയത്. പിന്നെ അമ്മയ്ക്ക് അതൊന്നും അല്ല അറിയേണ്ടത്, ചേച്ചി കാരണം എനിക്കിനി കോളേജിലെങ്ങാനും കയറാൻ പറ്റിയാലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ ഇനി അലീന ചേച്ചിയെക്കുറിച്ച് ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞു പോകലെന്നും പറഞ്ഞ് രോഹിത്ത് ചൂടാവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക്
അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, രോഹിയേട്ടനെ അറിഞ്ഞൂടെ, പണ്ട് മുതലേ അലീന ചേച്ചി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഇപ്പം എന്ത് കാര്യമായാലും നല്ലതൊന്നും അലീന ചേച്ചിയെക്കുറിച്ച് ആരും പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇനി അലീന ചേച്ചിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോലെന്ന് പറഞ്ഞ് രോഹിതൻ കയറി പോവാണ്. ഇത് കാണുമ്പോഴത്തേക്ക് വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ബബിതയ്ക്കും ദേഷ്യം വരുന്നുണ്ട്, കൃഷ്ണമോൾക്കും ദേഷ്യം വരുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും അലീന ഇങ്ങനെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവർക്ക് മൂന്നുപേർക്കും ദേഷ്യം വരികയാണ്. വൈജയ്ക്ക് ആ കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൃഷ്ണമോളും ബബിതയും എല്ലാവരും പതുക്കെ അവിടെ നിന്ന് അങ്ങ് എണീച്ച് പോവുകയാണ്.